മദ്യത്തിന് പേരിടാൻ സർക്കാർ സമ്മാനം പ്രഖ്യാപിച്ചതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി. തൃശൂരിലെ കോൺഗ്രസ് നേതാവ് ജോൺ ഡാനിയലാണ് പരാതി നൽകിയത്. ഇത്തരം സംഭവങ്ങൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് പരാതി. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ, മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്താണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? ഇതും മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണെന്നാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജോൺ ഡാനിയൽ തൃശ്ശൂരിൽ കോൺഗ്രസ് നേതാവാണ്, മുൻ നഗരസഭാ കൗൺസിലർ കൂടിയാണ് അദ്ദേഹം. പുതിയ നഗരസഭാ സമിതി വന്നപ്പോഴാണ് അദ്ദേഹം ഇല്ലാതായത്. സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ജോൺ ഡാനിയൽ. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരം സംഭവങ്ങൾ കാരണമാകുന്നു. മദ്യത്തിന് പേരിടാനും മദ്യത്തിന് ലോഗോ തരാനും സർക്കാർ ജനങ്ങളെ കൂടി പങ്കെടുക്കുക വഴി അത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ് എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. മദ്യത്തിന്റെ പരസ്യത്തിന് സമ്മാനം നൽകുന്നതും മദ്യത്തെ മഹത്വവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നും ജോൺ ഡാനിയൽ പരാതിയിൽ പറയുന്നുണ്ട്. മനുഷ്യന്റെ ആരോഗ്യത്തെയും സാമ്പത്തിക ഘടനയും തകർക്കുന്ന ഇത്തരം കാര്യങ്ങൾ കടുത്ത മനുഷ്യാവകാശം ലംഘനം തന്നെയാണെന്നും ഇക്കാര്യത്തിൽ ഇടപെടൽ വേണമെന്നുമാണ് ജോൺ ഡാനിയൽ മനുഷ്യാവകാശ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ മദ്യത്തിന് ഇത്തരത്തിൽ പുതിയ പേര് നിർദ്ദേശിക്കാനും ലോഗോ നൽകാനുമുള്ള സർക്കാരിൻ്റെ ഒരു സജഷന് പലതരത്തിലുള്ള പ്രതികരണം സമൂഹ മാധ്യമങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ വിമർശിച്ചുകൊണ്ടും ചിലർ അനുകൂലിച്ചുകൊണ്ടും മറ്റു ചിലർ പേര് തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടും രംഗത്തുണ്ട്. ആ സമയത്താണ് ഒരു കോൺഗ്രസ് നേതാവ് മദ്യത്തിനെതിരെയുള്ള നിലപാട് വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുമോ, എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നടരാജാണ് വിശദാംശങ്ങൾ നൽകി.